وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ 53-54 ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ليجعل ما يلقي الشيطان فتنة للذين في قلوبهم مرض والقاسية قلوبهم وإن الظالمين لفي شقاق بعيد وليعلم الذين أوتوا العلم أنه الحق من ربك فيؤمنوا به فتخبت له قلوبهم وإن الله لهادي الذين آمنوا إلى صراط مستقيم. ഈ രണ്ടായത്തുകളിൽ അല്ലാഹു തആല 3 തരം ഹൃദയങ്ങളെക്കുറിച്ച്, കൽബുകളെക്കുറിച്ച് പറയുന്നുണ്ട്. 3 തരം ഹൃദയങ്ങളെക്കുറിച്ച്. നമ്മുടെ വിഷയം ഹൃദയത്തിന് ബാധിക്കുന്ന അസുഖങ്ങൾ എന്നാണ്. മനുഷ്യ ഹൃദയം പ്രധാനമായും 3 തരത്തിലാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ജഅലല്ലാഹുൽ ഖുലൂബ സലാസത അഖ്സാം. അല്ലാഹു ഹൃദയങ്ങളെ 3 ഇനങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഖാസിയ, കടുത്തുപോയ ഹൃദയം. അതിനാണ് ഖൽബുൻ മയ്യിത്ത്, ചത്ത ഹൃദയം, ജീവനില്ലാത്ത ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയത്തിന് അല്ലാഹു സീല് വെച്ചിട്ടുണ്ടാകും, പൂട്ടിട്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഹൃദയമാണ് ഖാസിയ, അൽ ഖുലൂബുൽ ഖാസിയ, അല്ലെങ്കിൽ ഖൽബുൻ ഖാസിൻ എന്ന് പറയും. ഖൽബുൻ മയ്യിത്ത്, മരിച്ച ഹൃദയം. ആ ഹൃദയം ഖുലൂബു അൽ കുഫാർ, അതുപോലെ തന്നെ ഖുലൂബുൽ മുനാഫിഖീൻ, മുനാഫിഖുകളുടെയും കാഫിറുകളുടെയും ഹൃദയമാണത്. ആ ഹൃദയം മരിച്ച ഹൃദയമാണ്. രണ്ടാമത്തേത് ദാതു മറദ്, രോഗമുള്ള ഹൃദയം, ഖൽബുൻ മരീദ്. മൂന്നാമത്തേത് വമുഅ്മിന മുഖ്ബിത. ശൈഖുൽ ഇസ്ലാം പറയാണ്, ഖുലൂബുൻ മുഅ്മിന മുഖ്ബിത, അല്ലാഹുവിലേക്ക് വിനയപ്പെട്ട വിശ്വാസമുള്ള ഈമാനുള്ള ഹൃദയം. ഇതാണ് 3 തരം ഹൃദയം. ഒന്ന് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഖൽബുൻ മുഖ്ബിത്, അതാണ് അൽ ഖൽബുൽ ഹൈ, ജീവനുള്ള ഹൃദയം എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത്. ഈമാനുള്ള വിശ്വാസികളുടെ ഹൃദയം, ഖുലൂബുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഹൃദയം. രണ്ടാമത്തേത് ഫീ ഖുലൂബിഹിം മറദുൻ എന്ന് പറഞ്ഞല്ലോ, അൽ ഖൽബുൽ മരീദ്, രോഗം ബാധിച്ച ഹൃദയം. മൂന്നാമത്തേത് അൽ ഖൽബുൽ മയ്യിത്ത്, മരിച്ച ഹൃദയം. ഈ ആയത്തിൽ നിന്നാണ് പണ്ഡിതന്മാർ ഇങ്ങനെ 3ആയി തിരിച്ചിട്ടുള്ളത്. ഹൃദയം നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയമാണ്. അതിന് കേടുപാടുകൾ ബാധിക്കുക, അത് മരിച്ചുപോവുക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലഅൻ തംറദ അജ്സാദുന അഹബ്ബു ഇലൈനാ മിൻ അൻ തമൂത ഖുലൂബുനാ. നമ്മുടെ ഹൃദയങ്ങൾ ചത്തുപോകുന്നതാണ്, മരിച്ചു പോകുന്നതാണ് നമ്മൾക്ക്
ഏറ്റവും പ്രയാസമേറിയത്. നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്ന അസുഖങ്ങളെക്കാൾ നമ്മൾക്ക് പ്രയാസമുള്ളത് ഹൃദയം ചത്തുപോകുന്നതാണ്. ശരീരത്തിന് എന്തെങ്കിലും മാരകമായ അസുഖം ബാധിക്കുന്നതിനേക്കാൾ നമുക്ക് പ്രയാസമുണ്ടാക്കുന്നത് ഹൃദയം അതിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഹൃദയത്തിന് കേട് ബാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ പരിഗണിക്കേണ്ട കാര്യം. എന്ത് ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹൃദയത്തിന് വല്ല കേടുപാടുകളും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന അസുഖങ്ങളെക്കാൾ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അംറാദുൽ ഖുലൂബി അസ്അബു മിൻ അംറാദിൽ അബ്ദാൻ. ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങളെക്കാൾ പ്രയാസകരമേറിയതാണ് ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ. കാരണം لأن غاية مرض البدن أن يفضي بصاحبه إلى الموت. ശരീരത്തിന് വല്ല രോഗവും ബാധിച്ചാൽ മാക്സിമം എന്താ സംഭവിക്കുക? അത് മരണത്തിലേക്ക് എത്തും, മരിക്കും. അതാണ് ശരീരത്തിന് രോഗം ബാധിച്ചാൽ ഏറ്റവും മാക്സിമം സംഭവിക്കാതെ ഇരിക്കും. അതിന്റെ അവസാനം മരണമായിരിക്കും. മരിക്കുക എന്നതിനപ്പുറത്തൊന്നും ശരീരത്തിന് ബാധിക്കുന്ന ഏതൊരു അസുഖത്തിന് ഇതിനപ്പുറത്തൊന്നും ചെയ്യാനില്ല. എന്നാൽ വഅമ്മാ മറദുൽ ഖൽബി, എന്നാൽ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗം ഫയുഫ്ദി ബിസാഹിബിഹി ഇല ശഖാഇൽ അബദി, അതവന്റെ ശാശ്വതമായ ജീവിതത്തെ ബാധിക്കും, നാളെ പരലോക ജീവിതത്തെ ബാധിക്കും. എന്നേക്കും അവൻ അതിനുകൊണ്ട് പ്രശ്നമുണ്ടാകും. അവന്റെ ഹൃദയത്തിന് അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ. വലാ ശിഫാഅ ലിഹാദൽ മറദി ഇല്ലാ ബിൽ ഇൽം, ഈ രോഗത്തിന് അറിവല്ലാതെ മറ്റു പരിഹാരമില്ല. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുക, അത് പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക എന്നല്ലാതെ ഈ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗത്തിന് വേറെ മരുന്നില്ല. പണ്ഡിതന്മാർ നമ്മൾക്ക് മനസ്സിലാക്കിയതുകൊണ്ട് ഹൃദയത്തിന് ബാധിക്കുന്ന രോഗം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഹൃദയത്തിന് ബാധിക്കുന്ന അസുഖം എന്ന് പറഞ്ഞാൽ രണ്ട് തരമുണ്ട്. ഒന്ന്, ഹൃദയത്തിന് നമ്മൾക്ക് പുറമേക്ക് വേദന അനുഭവിക്കുന്ന രോഗങ്ങളുണ്ട്. ഇപ്പോൾ ഹാർട്ട് പേഷ്യന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ബാധിച്ച ആളുകൾ, നെഞ്ചുവേദന ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും ബ്ലോക്കോ വാൽവിന് പ്രശ്നമൊക്കെ ഉള്ള ആളുകൾക്ക് അതൊരു ഹൃദയത്തിന് ബാധിക്കുന്ന അസുഖം തന്നെയാണ്, അല്ലേ? അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. രണ്ടാമത്തേതാണ് എന്ത്? അതിന് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ വേദനകളൊന്നും ഉണ്ടാകില്ല, പക്ഷെ അവന്റെ ഹൃദയത്തിന് ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടാകും. ആ അസുഖങ്ങൾ അവന്റെ പരലോക ജീവിതത്തെയായിരിക്കും കാര്യമായി ബാധിക്കുക. അപ്പോൾ ഹൃദയത്തിന്റെ അമ്രാദുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഹൃദയത്തിന് സാധാരണ ബാധിക്കുന്ന വേദനകളല്ല, മറിച്ച് ഷഹവാത്തുകൾ കൊണ്ടും ശുബ്ഹാത്തുകൾ കൊണ്ടും ഒക്കെ ബാധിക്കുന്ന, ഹൃദയത്തെ ബാധിക്കുന്ന വിവിധ രോഗങ്ങൾ. ഹൃദയത്തിന് ബാധിക്കുന്ന ഒരുപാട് മാരകമായ അസുഖങ്ങളുണ്ട്. അതിൽ ശിർക്ക് വരും. ഒരാൾ വിശ്വസിക്കാൻ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ഇബാദത്ത് ചെയ്യുന്നത് പ്രശ്നമില്ല എന്നൊരാൾ മനസ്സിൽ വിശ്വസിച്ചാൽ അതാണ് ഏറ്റവും ഗുരുതരമായ ഹൃദയത്തെ ബാധിക്കുന്ന അസുഖം. അങ്ങനെ പല അസുഖങ്ങളും, കിബുർ, അഹങ്കാരം, അത് ഹൃദയത്തെ ബാധിക്കുന്ന മാരകമായ അസുഖമാണ്. ഹസദ്, അസൂയ, ഹൃദയത്തെ ബാധിക്കുന്ന മാരകമായ അസുഖമാണ്. ഉജ്ബ്, ദീനുള്ള ആളുകൾക്ക് കൂടുതൽ വരാൻ സാധ്യതയുള്ള അസുഖമാണ് ഉജ്ബ്. ഞാൻ തിരക്കേടില്ല എന്ന ചിന്ത, ഞാൻ തിരക്കേടില്ല എന്ന ചിന്ത, അത് ദീനില്ലാത്ത ആളുകൾക്ക് ഉണ്ടാകൂല. കള്ളു കുടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ തോന്നിവാസികളായിട്ടുള്ള ആളുകൾക്ക് ഞാൻ തിരക്കേടില്ല എന്ന ചിന്ത വരൂല. തിരക്കേടില്ല, ഇഅ്ജാബുൽ മർഇ ബിനഫ്സി, ഒരാൾക്ക് സ്വന്തത്തെക്കുറിച്ച് തന്നെ ഒരു അത്ഭുതം തോന്നുക എന്നുള്ളത് ആർക്കാ ഉണ്ടാകുക? കുറച്ച് അത്യാവശ്യം നല്ല രൂപത്തിൽ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കൊക്കെയാണ് അത് തോന്നുക. നന്നായിട്ട് ഇസ്ലാമിന്റെ ഷിആറുകളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഇങ്ങനെ തോന്നും. പിശാചിട്ട് തരും, ഞാൻ തിരക്കേടില്ല. സമൂഹത്തിൽ എത്രയോ യുവാക്കൾ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആളുകൾ മോശപ്പെട്ട് ജീവിക്കുന്നു, ഞാൻ തിരക്കേടില്ല എന്ന ചിന്ത വരും. അത് ദീനുള്ള ആളുകൾക്ക് വരാൻ ഏറെ സാധ്യതയുള്ള മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ്. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഹൃദയത്തിന് ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മുടെ ഹൃദയത്തെ നമ്മൾ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളത് പ്രധാനമാണ്. ഹൃദയം നന്നാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഹൃദയം നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ളതൊക്കെ നന്നാകും.
എല്ലാം നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഹൃദയം നന്നായിട്ടുണ്ടെങ്കിൽ അവന്റെ നാവ് നന്നാകും, അവന്റെ മറ്റു കർമ്മങ്ങൾ നന്നാകും, എല്ലാം നന്നാകും. അതുകൊണ്ട് ഇസ്ലാഹുൽ ഖുലൂബ്, ഹൃദയം ശരിപ്പെടുത്താൻ, അതിന് ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി അതൊന്നും എന്റെ ജീവിതത്തിലില്ല, ആ അസുഖം എന്നെ ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റണം. ഇബ്നുൽ ഖയ്യിം പറഞ്ഞില്ലേ, വലാ ശിഫാഅ ലിഹാദൽ മറദ് ഇല്ലാ ബിൽ ഇൽം. പഠനമല്ലാതെ, ശരിയായ ദീനിയായ പഠനമല്ലാതെ ഈ ഹൃദയത്തിന് ബാധിക്കുന്ന അസുഖങ്ങൾക്ക് യാതൊരു മരുന്നുമില്ല. എന്നെ ഹൃദയത്തിന് ബാധിച്ച അല്ലെങ്കിൽ ബാധിക്കുന്ന മാരകമായ അസുഖം എന്നെ ബാധിച്ചിട്ടുണ്ട് എന്നെങ്ങനെ തിരിച്ചറിയാം? ആ അസുഖങ്ങളെക്കുറിച്ച് നമുക്ക് കാര്യമായ അറിവുണ്ടാകണം. അത് ഒരു രോഗമാണ് എന്ന് പോലും അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ നമുക്ക് തിരിയൂല. അതുകൊണ്ട് ഹൃദയത്തെ ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസുകളും പറഞ്ഞ് നമ്മൾ പഠിക്കണം. എന്നിട്ട് അതിന്റെ വല്ല അലാമാറ്റുകളും അടയാളങ്ങളും എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. നിഫാഖ്, കാപട്യം, അത് ഹൃദയത്തെ ബാധിക്കുന്ന മാരകമായ അസുഖമാണ്. നിഫാഖുൻ അക്ബർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിൽ നിഫാഖ് ഉണ്ടാകും. നിഫാഖുൻ അസ്ഗർ, എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല, പക്ഷെ അതിന്റെ മറ്റു ചില ശകലങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ ഹൃദയത്തിന് ബാധിക്കുന്ന അസുഖങ്ങളിൽ നിന്ന്, ഹൃദയം ചത്തുപോകുന്നതിൽ നിന്ന്, ഹൃദയത്തിന് അള്ളാഹു സീല് വെക്കുന്നതിനെ തൊട്ടൊക്കെ നമ്മൾക്ക് ജാഗ്രതയുണ്ടാകണം. അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി ബോധമുള്ള ആളുകളാകണം. ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹു തആല തൗബ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ശുദ്ധിയുള്ള ആളുകളെ, വൃത്തി കാത്തു സൂക്ഷിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇവിടെ വൃത്തി എന്ന് പറഞ്ഞാൽ, തഹാറത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് തരം തഹാറത്തുമുണ്ട്. ഒന്ന് തഹാറത്തുൻ മഅനവിയ്യ, ഖൽബിയ്യ, നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം. അല്ലാഹു തആല വൃത്തിയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ്. ഒന്ന്, ഹൃദയം ശുദ്ധീകരിച്ചിട്ടുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. തഹാറത്തുൻ ഖൽബിയ്യ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമ്മൾ ഹൃദയം വൃത്തിയാകണം. മറ്റൊന്ന് തഹാറ ഹിസ്സിയ്യ ബദനീയ, ശരീരത്തിന് ഉണ്ടാകേണ്ട വൃത്തി. അപ്പൊ നമ്മൾ സാധാരണ വൃത്തി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരാം ശരീരത്തിന്റെ വൃത്തി, വസ്ത്രത്തിന്റെ വൃത്തി. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ ആയത്തിൽ രണ്ടും വരും. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ തഹാറ ഖൽബിയ്യ, ഹൃദയം ശുദ്ധമാകാനും ഹൃദയം വൃത്തിയാക്കാനുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത്. അവനാണ് വിജയമുള്ള. അല്ലാഹു തആല പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആ ഹൃദയത്തെ ആര് ശുദ്ധീകരിക്കാൻ ശ്രമിച്ചുവോ അവൻ വിജയിച്ചിരിക്കുന്നു, അതിനെ കേടാക്കാൻ പരിശ്രമിച്ചവൻ അവൻ പരാജയപ്പെട്ടു എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള നമ്മൾക്കേറെ സുപരിചിതമായ ഹദീസ്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ. അറിയണം, ഹൃദയത്തിൽ ഒരു ചെറിയ മാംസകഷ്ണമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അർത്ഥം പറയേണ്ട ആവശ്യമില്ലാത്ത വിധം മഅറൂഫായ ഹദീസാണ്. അത് ശരിയാൽ മൊത്തം ശരിയായി, അത് കേടായാലോ മൊത്തം കേടാകും. ഹൃദയമാണ്. ഹൃദയം ശരിയായാൽ ഒക്കെ ശരിയായി എന്ന് നമ്മളൊന്ന് ആ കാര്യം നമ്മൾ ആഴത്തിൽ ചിന്തിച്ചു നോക്ക്. ഹൃദയം ശരിയായ ബാക്കിയൊക്കെ ശരിയാകും. അപ്പൊ ഹൃദയത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നില്ല, അതിന് രോഗം ബാധിക്കുന്നില്ല. ഫീ ഖുലൂബിഹിം മറദുൻ എന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ രോഗങ്ങളാണ് ഹൃദയത്തിന് ബാധിക്കുന്നത് എന്ന് പഠിച്ചു മനസ്സിലാക്കി അതിന്റെ ജീവിതത്തിൽ എന്റെ ഹൃദയത്തിന് അത് ഏറ്റിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കണം. ഏത് സമയത്തും അത് ബാധിക്കാം. നമ്മൾ നല്ല സൂക്ഷ്മത റിയ ഹൃദയത്തിന് ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പണ്ഡിതന്മാർ അംറാദുൽ ഖുലൂബ്, മുഫ്സിദാത്തുൽ ഖുലൂബ്, ഹൃദയത്തിനെ കേടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഒന്നാമതായൊക്കെ പറയാറുള്ളത് ലോകമാന്യതയാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഏത് സമയത്തും വരാൻ സാധ്യതയുള്ള ഒന്നാൻ. ഇങ്ങനെ നിരവധി അസുഖങ്ങളുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം, അൽ ഖൽബു മലികുൻ, ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന്റെ സ്ഥാനത്താണ്, ഒരു രാജാവിന്റെ സ്ഥാനത്താണ്. വൽ അഅ്ദാഉ ജുനൂദുഹു, അവയവങ്ങൾ, മറ്റു അവയവങ്ങൾ ആ രാജാവിന്റെ കീഴിലുള്ള പട്ടാളക്കാരാണ്. ഫൈദാ താബൽ മലികു
താബത് ജുനൂദുഹു, രാജാവ് നന്നായാൽ അവരുടെ സൈന്യവും നന്നാകും. വൈദ ഖബുസ അൽ മലികു ഖബുസത് ജുനൂദുഹു, രാജാവ് കേടായാലോ സൈന്യം അങ്ങനെ തന്നെ. രാജാവ് പറയുന്ന തോന്നിവാസങ്ങൾ, അക്രമങ്ങൾ അതൊക്കെ അനുസരിക്കാൻ ബാധ്യസ്ഥരായിരിക്കും ആര്? അയാളുടെ കീഴിലുള്ള പട്ടാളക്കാർ. എന്നാൽ നല്ല മനസ്സുള്ള നീതിമാനായ ഭരണാധികാരിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഖൈറാത്തുകൾ ഉണ്ടാകും. എന്നതുപോലെ ഹൃദയം ശരിയായാൽ ബാക്കിയുള്ള അവയവങ്ങൾ ശരിയാകും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മളത് ഓർമ്മപ്പെടുത്തുന്നു. അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ജാവി ഖൽബക, നിന്റെ ഹൃദയത്തെ നീ ചികിത്സിക്കണം, ഹൃദയത്തെ നീ ചികിത്സിക്കണം. ഫഇന്ന ഹാജത്തല്ലാഹി ഇലൽ ഇബാദി സലാഹു ഖുലൂബിഹിം, അല്ലാഹു അടിമകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ ഹൃദയം ശുദ്ധമാവുക എന്നുള്ളതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഹൃദയം ശരിയാകണം, അതാണ് അള്ളാഹു അടിമകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണ് അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഹൃദയത്തെ ബാധിക്കുന്ന നിരവധി അസുഖങ്ങളുണ്ട്. അതിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് കൂടുതൽ തർക്കീസ് ചെയ്തുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്നെയും നിങ്ങളൊക്കെ പല അളവിൽ ബാധിക്കാറുള്ള ഒരു മാരകമായ അസുഖമാണ് അൽ ഗഫ്ല, അശ്രദ്ധ എന്നുള്ളത്. ഹൃദയത്തെ ബാധിക്കുന്ന ദാഉൻ ഖത്താൽ, മാരകമായ അസുഖം എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഗഫ്ലത്ത്, അശ്രദ്ധ. യഖ്ലത്ത് എന്നതിന്റെ വിപരീതമാണ്. യഖ്ലത്ത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലായ്മ. ഗഫ്ലത്ത്, അശ്രദ്ധ. ഇബ്നു മുഫ്ലിഹ് റഹിമഹുല്ലാഹ് പറയാണ്, അശ്രദ്ധയുടെ ഒരു ഗുരുതരമായ അവസ്ഥ അദ്ദേഹം പറയാണ്, വഅലം അന്നൽ ഖുലൂബ തദ്ഉഫു വതംറദ്, ഹൃദയം അതിന് ദുർബലത ബാധിക്കും, അതിൽ രോഗം ബാധിക്കും. വറുബ്ബമ മാതത് ബിൽ ഗഫ്ലതി വദ്ദുനൂബ്, ചിലപ്പോൾ അശ്രദ്ധ കൊണ്ടും അവൻ ചെയ്ത തിന്മകൾ കൊണ്ടൊക്കെ ഹൃദയം ചത്തുപോയിട്ടുണ്ടാകും. അപ്പം ഗഫ്ലത്ത് അതിന്റെ ഏറ്റവും മാരകമായ, അശ്രദ്ധ അതിന്റെ മാരകമായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഖൽബുൽ മരീദ് എന്നതിൽ നിന്ന് ഖൽബുൻ മയ്യിത്ത് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പൊ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു ഹൃദയത്തെ ബാധിക്കുന്ന അസുഖമാണ് ഗഫ്ലത്ത് എന്നുള്ളത്. നമുക്ക് ഒരുപാട് ഖൈറാത്തുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ഗഫ്ലത്ത്. നമ്മൾ ചിന്തിച്ചു നോക്ക്, ഇൻഷാ അല്ലാഹ് അത് പറയാം. നമുക്കറിയാവുന്ന എത്രയോ നന്മകൾ നമ്മൾ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഗഫ്ലത്തായിരിക്കും, അശ്രദ്ധ. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ നോക്ക്, അദ്കാറു അസ്സബാഹ് നമ്മൾക്ക് മിക്കവാറും ആളുകൾക്ക് പരിചയമുള്ള കാര്യമായിരിക്കും. അതുപോലെ തന്നെ മറ്റു അദ്കാറുകൾ, ഇങ്ങനെ നന്മയുടെ വ്യത്യസ്തമായ അബ്വാബുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. നമുക്കറിയാവുന്ന, നമ്മൾ നേരത്തെ പഠിച്ച, നമ്മൾ ജീവിതത്തിൽ ആദ്യം പഠിച്ച, നമ്മൾ ദീനിലേക്ക് മാറി വന്നപ്പോൾ ആദ്യം പഠിച്ച ഒരുപാട് നന്മകൾ ഉണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും. അതിന് പല കാരണങ്ങളും ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഗഫ്ലത്താണ്, അശ്രദ്ധയാണ്. അശ്രദ്ധയെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുമ്പോൾ അത് രണ്ട് രൂപത്തിലുണ്ടെന്ന് പറയും. ഒന്ന് ഗഫ്ലത്തുൻ മഹ്മൂദ, നല്ല അശ്രദ്ധ. നല്ല അശ്രദ്ധ എന്ന് പറഞ്ഞാൽ തിന്മയെ സംബന്ധിച്ച് ചിന്തിക്കാത്ത അവസ്ഥ. തിന്മയെക്കുറിച്ച് അവനൊരു ചിന്തയൊന്നുമില്ല, തിന്മയെക്കുറിച്ച് അശ്രദ്ധനാവുക, അതാണ് ഗഫ്ലത്തുൻ മഹ്മൂദ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്ത്. ഇവിടെ അൽ ഗാഫിലാത്ത്, ഗഫ്ലത്ത് ബാധിച്ച സ്ത്രീകൾ, ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകൾ, വ്യഭിചാരത്തെക്കുറിച്ച്, വ്യഭിചാരം ചെയ്യാത്ത ആളുകൾ എന്ന് മാത്രമല്ല, അൽ ഗാഫിലാത്ത്, അത്തരം തിന്മകളെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല, അവർ അശ്രദ്ധയിലാണ്. എന്ന് പറഞ്ഞാൽ തിന്മയെ തൊട്ട് അശ്രദ്ധനാവുക എന്നുള്ളത് ഗഫ്ലത്തുൻ മഹ്മൂദ, നല്ല അശ്രദ്ധയാണ്. തിന്മയെക്കുറിച്ച് നമ്മൾക്ക് ചിന്തല്ല, അത് നല്ല അശ്രദ്ധയാണ്.
രണ്ടാമത്തേണ് ഗഫ്ലത്തുൻ മദ്മൂമ, ആക്ഷേപിക്കപ്പെട്ട നല്ലതല്ലാത്ത അശ്രദ്ധ. അത് തന്നെ പണ്ഡിതന്മാർ മൂന്നായി പറഞ്ഞത് കാണാം. ഒന്ന് ഗഫ്ലത്തുൻ ആരിദ, ഏത് വിശ്വാസിക്കും ഇടക്കിടക്ക് സംഭവിക്കുന്നതാണ്. അവന് ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ അശ്രദ്ധ ബാധിക്കുമ്പോൾ ചില നന്മകൾ നഷ്ടപ്പെടും, പെട്ടെന്ന് അവൻ തിരിച്ചു വരും. ആ ഗഫ്ലത്ത് എല്ലാ ആളുകൾക്കും എല്ലാ വിശ്വാസികൾക്കും സംഭവിക്കാം. അതിന്റെ അടുത്ത ഒരു അവസ്ഥയാണ് ഗഫ്ലത്തുൻ മുതകർരിറ, ആവർത്തിച്ചാവർത്തിച്ചു വരുന്ന അശ്രദ്ധ. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ തെമ്മാടികളായി ജീവിക്കുന്ന ആളുകൾ, അവരുടെ ജീവിതത്തിൽ ഈ അശ്രദ്ധ കൂടുതലായിട്ടുണ്ടാകും. അതുകൊണ്ട് അവർ നന്മയും ചെയ്യുന്ന അളവിൽ തന്നെ തിന്മയും ചെയ്യും. ചിലപ്പോൾ കൂടുതൽ തിന്മ ചെയ്യും, പക്ഷെ അവർ കാഫിറുകളായിട്ടുണ്ടാകില്ല. അശ്രദ്ധ കൊണ്ട്, ഗഫ്ലത്ത് ഹൃദയത്തിന് ബാധിച്ചതുകൊണ്ട് നന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, തിന്മയിൽ വ്യാപൃതരാകുന്നു. ഇത് ഗഫ്ലത്തുൻ മുതകർരിറ, കുറച്ചുകൂടി ദീനി കുറഞ്ഞ ആളുകൾക്ക് കൂടുതലായി സംഭവിക്കുന്ന ഒന്നാണ്. മൂന്നാമത്തെ ഗഫ്ലത്തുൻ താമ്മ എന്ന് പറയും, പരിപൂർണമായ അശ്രദ്ധ. അതാണ് കാഫിറുകൾക്ക് ബാധിച്ചിട്ടുള്ള അശ്രദ്ധ. അവർക്ക് പരലോകത്തെക്കുറിച്ച് ചിന്തല്ല. അതേപോലെ തന്നെ നിരീശ്വരവാദി, യുക്തിവാദികൾ, ഇങ്ങനെയുള്ള കുഫറിലുള്ള ആളുകൾ, അവർക്ക് ബാധിച്ചിട്ടുള്ള അശ്രദ്ധ ഇതാണ് ഗഫ്ലത്തുൻ താമ്മ, പരിപൂർണമായ അശ്രദ്ധ. അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് ചിന്തയില്ല, മരണത്തെക്കുറിച്ച്, നാളെ പരലോക ജീവിതത്തെക്കുറിച്ചൊന്നും ചിന്തയില്ലാത്ത ആളുകൾ. ഇതാണ് ഗഫ്ലത്തുൻ താമ്മ എന്ന് പണ്ഡിതന്മാർ പറയാറുള്ളത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, അവരുടെ വിചാരണയുടെ സമയം ആയിട്ടുണ്ട്. ഖിയാമത്ത് നാൾ സംഭവിക്കാറായിട്ടുണ്ട്, അധികം വിദൂരത്തല്ല. വഹും ഫീ ഗഫ്ലത്തിൻ, എന്നാൽ അവർ അശ്രദ്ധയിലാണ്. മുഅ്രിദൂൻ, അല്ലാഹുവിന്റെ ആയാത്തുകളെ തൊട്ടവർ പിന്തിരിഞ്ഞവരാണ്. പക്ഷെ അവരുടെ ഹിസാബ്, അവർ ചെയ്ത കർമ്മങ്ങൾ, അതിന്റെ വിചാരണ നടക്കാനുള്ള സമയമായിട്ടുണ്ട്. മാത്രമല്ല അവർ അനുഭവിച്ച നിഅമത്തുകൾ, അതിനും കണക്ക് പറയണം. നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്കും നമ്മൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകൾ, അതിനും നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണ നേരിടേണ്ട സമയം ആയിട്ടുണ്ട്. പക്ഷേ മനുഷ്യർ അധിക ആളുകളും അശ്രദ്ധയിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കവി പറഞ്ഞതുപോലെ, മദദ്ദഹുറു വൽ അയ്യാമു വദ്ദംബു ഹാസിലു വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലു. കാലം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, തിന്മകൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വജാഅ റസൂലുൽ മൗതി, മരണത്തിന്റെ ദൂതൻ പല രൂപത്തിൽ വന്നിട്ടുണ്ട്. വൽ ഖൽബു ഗാഫിലു, ഹൃദയം അശ്രദ്ധയിലാണ്. മരണത്തിന്റെ ദൂതൻ എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുണ്ട്. നമ്മൾ മരിക്കാറായിട്ടുണ്ട് എന്നുള്ള സൂചന നൽകിക്കൊണ്ട് നമ്മുടെ ശരീരത്തിലൊക്കെ വരുന്ന നരബാധ, അതൊക്കെ സൂചനകളാണ് നമ്മൾ മരിക്കാനായിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇവിടെ അശ്രദ്ധ നല്ലതല്ലാത്ത കാര്യമാണ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അശ്രദ്ധ കൊണ്ട് നമ്മൾക്ക് ഒരുപാട് നന്മകൾ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നിസ്കാരം. നോക്ക്, നമ്മളൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. നിസ്കാരം അത് മഹത്തരമായ കർമ്മമാണ്. ഉമ്മഹാത്തുൽ ഇബാദ, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ഇബാദത്തുകളിൽ പെട്ടതാണ്. ഇബാദ ബദനിയ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഇബാദത്ത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള നിസ്കാരം. നിസ്കാരം നമ്മൾ ഇന്ന് ഫജ്ർ നിസ്കരിച്ചു, 2-3 സഫൊക്കെ ഈ മസ്ജിദിൽ ഉണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ നിസ്കരിച്ച പള്ളിയിൽ ഒരുപാട് ആളുകൾ ഒന്നിച്ച് നിസ്കരിച്ചു. ഹസ്സാൻ ഇബ്നു അത്തിയ റഹിമഹുല്ലാഹ് പറയുന്നു, നമ്മുടെ ഗഫ്ലത്ത്, അതുകൊണ്ട് നമ്മൾക്ക് നഷ്ടപ്പെടുന്ന ഖിറാത്തുകൾ, അതിന്റെ മേഖലകൾ വ്യത്യസ്തമാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകം പറയാം, ഇന്ന റജുലൈനി ലയകൂനാനി ഫീ സ്വലാത്തിൻ വാഹിദ. 2 മനുഷ്യന്മാർ ഒരേ നിസ്കാരം നിർവഹിച്ചവരാണ്. 2 പേരും ഒരേ നിസ്കാരമാണ് നിർവഹിച്ചിട്ടുള്ളത്. വഇന്ന ബൈനഹുമാ മിനൽ ഫദ്ലി ലകമാ ബൈന അസ്സമാഇ വൽ അർദ്. പക്ഷെ ആ 2 നിസ്കാരക്കാരും
പുണ്യത്തിന്റെ വിഷയത്തിൽ, അവർക്ക് ലഭിച്ച ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ, പ്രതിഫലത്തിന്റെ വിഷയത്തിൽ ആകാശഭൂമിയോളം വ്യത്യാസമുണ്ട്. ഒരേ നിസ്കാരം നിർവഹിച്ച രണ്ടാളുകൾ അവർക്ക് കൂലിയുടെ വിഷയത്തിൽ, ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ അവർ ആകാശവും ഭൂമിയും എത്ര വ്യത്യാസമുണ്ടോ അത്രയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്താ അതിന്റെ കാരണം? ഹസ്സാൻ ഇബ്നു അത്തിയ്യ അത് വിശദീകരിക്കാൻ, അന്ന അഹദഹുമാ യകൂനു മുഖ്ബിലൻ അലല്ലാഹി ബിഖൽബിഹി, അതിലൊരാൾ നിസ്കരിച്ചപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തിൽ ഹൃദയ സാന്നിധ്യത്തോടു കൂടിയാണ് നിസ്കരിച്ചത്. ഹൃദയം നിസ്കാരത്തിൽ ഉണ്ടായിരുന്നു. വൽ ആഖർ സാഹിൻ ഗാഫിൽ, മറ്റേ ആളോ നിസ്കരിക്കാൻ നിന്നപ്പോ അശ്രദ്ധനൻ. തക്ബീറത്തുൽ ഇഹ്റാം അത് ചൊല്ലിയത് ഓർമ്മയുണ്ട്, പിന്നീട് അവൻ സലാം വീട്ടിയതാണ് അറിഞ്ഞത്. അതിനിടക്ക് അവൻ പലതും ചിന്തിച്ചിട്ടുണ്ട്. അവന്റെ ഹൃദയം അശ്രദ്ധവൻ. നമ്മൾക്ക്, ഞാൻ എന്റെ നിസ്കാരത്തെക്കുറിച്ചാണ് ചിന്തിക്കണം, നിങ്ങൾ നിസ്കാരത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. നമ്മൾക്ക് വലിയ പുണ്യം നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നിസ്കാരം. പക്ഷെ നമ്മൾ നിസ്കാരത്തിൽ ഏതായാലും നിസ്കരിക്കുന്നുണ്ട്, 5-10 മിനിറ്റ് നിസ്കരിക്കുന്നു. പക്ഷേ നമ്മൾക്ക് ആ പുണ്യം നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മാക്സിമം കിട്ടേണ്ടത് നമുക്ക് നഷ്ടപ്പെടാനുള്ള കാരണം നമ്മൾ മറ്റെന്തോ ചിന്തിച്ച് ഗഫ്ലത്തിലായി നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഒരേ സൊഫിൽ നിന്ന് 10 മിനിറ്റ് ഒരേ സമയം നിസ്കരിച്ച ആളുകൾക്ക് പ്രതിഫലത്തിലുള്ള വ്യത്യാസം അവന്റെ ഹൃദയ സാന്നിധ്യം അത് പരിഗണിച്ചുകൊണ്ടാണ്. എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ചില ക്ലാസുകൾ കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നിസ്കാരത്തിൽ അല്ലെങ്കിൽ ഖുശൂ ഉണ്ടാകും, അത് നമ്മൾ മറന്നുപോവുകയാണ്. എന്നാൽ നമ്മളൊന്ന് ബോധപൂർവം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ, ഇനി എന്റെ ശ്രദ്ധ തെറ്റാൻ പാടില്ല, വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് അത്രയും ശ്രദ്ധയിൽ ചിലപ്പോൾ നിസ്കാരത്തിൽ എന്ത് ചെയ്യും? നല്ല ശ്രദ്ധയിൽ നിസ്കരിക്കണമെന്ന് പറഞ്ഞ് തുടങ്ങി, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വേറെ ചിന്ത വരും. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? തിരിച്ചു. അതിനെന്ത് വേണം? യഖ്ലത്ത്, ശ്രദ്ധ വേണം. ഗഫ്ലത്ത് കൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്, ഒരു സംശയമില്ല. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു, നമ്മുടെ നിസ്കാരം എന്നുള്ളത്, അതിൽ നമ്മൾക്ക് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്ക്, നിസ്കാരം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, പ്രത്യേകിച്ച് ഫർദുസ്കാരത്തിന്റെ കാര്യം നോക്ക്. ഒരു ഫർദ് നിസ്കാരത്തിന്റെ മുന്നോടിയായി നടക്കുന്ന കർമ്മങ്ങൾ നോക്ക്. ബാങ്ക് കൊടുക്കുന്നത് മുതൽ ബാങ്ക് കൊടുക്കുന്ന ആൾക്കുള്ള ശ്രേഷ്ഠത എത്രയാണ്? മുഅദ്ദിനിന് ഉള്ള ശ്രേഷ്ഠത ഹദീസിൽ വന്നിട്ടുണ്ട്. ബാങ്കിനുള്ള ശ്രേഷ്ഠത ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് എന്ന ആയത്തിന്റെ തഫ്സീർ ബാങ്കാണ്. ബാങ്കിന് ഇജാബത്ത് കൊടുത്താലുള്ള പ്രതിഫലം, എന്നിട്ട് നിസ്കാരത്തിന് വേണ്ടി വുദൂ ചെയ്താലുള്ള പ്രതിഫലം, വുദൂവിന് ശേഷമുള്ള പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലം, നിസ്കാരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ വീട്ടിൽ നിന്ന് നടന്നു വരുമ്പോൾ ഓരോ സ്റ്റെപ്പിനും ലഭിക്കുന്ന പ്രതിഫലം, മസ്ജിദിൽ വന്ന് അതിന് മുന്നോടിയായിട്ടുള്ള നിസ്കാരം നിർവഹിക്കുന്നതിന്റെ പ്രതിഫലം, അവിടെ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിന്റെ പ്രതിഫലം. അപ്പൊ നോക്ക്, സുബഹിന്റെ മുമ്പുള്ള, ഫജ്റിന് മുമ്പുള്ള 2 റക്അത്തിന്റെ റക്അഅത അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഈ ദുനിയാവിൽ നമ്മൾ എന്തൊക്കെ അത്ഭുതപ്പെടുത്തുന്നു അതിനേക്കാളൊക്കെ വലുതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള വാചകം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾ, ഇതെല്ലാം കൊട്ടാര സമാനമായ വീടുകൾ, അതിനൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് 2 റക്അത്ത്, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്തിന്റെ വില പോലുമില്ല. എന്നിട്ട് പിന്നെ സൊഫിൽ നിൽക്കുന്നതിന്റെ പ്രതിഫലം, എത്ര പ്രതിഫലം! ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നിസ്കാരം സലാം വീട്ടിയാൽ ആയത്തുൽ കുർസി, അതുപോലെ തന്നെ അദ്കാർ ബഅദ സ്വലവാത്ത്, അതിനുള്ള പ്രതിഫലം, അവിടെ തന്നെ ഇരുന്നാലുള്ള പ്രതിഫലം, എത്ര പ്രതിഫലമാണ്. അപ്പോ എന്തായിരിക്കും ആ നിസ്കാരത്തിന്റെ കൂലി? ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്തിന് ദുനിയാവിനേക്കാൾ അത് ഖൈറാണെന്ന് പറയുമ്പോ ആ ഫജ്റിന്റെ പ്രതിഫലം എത്രയായിരിക്കും? നിസ്കാരത്തിന്റെ മുന്നോടിയായും അതിനുശേഷവും വരുന്ന കർമ്മങ്ങൾക്ക് തന്നെ നിരവധി ശ്രേഷ്ഠതകൾ ഹദീസിൽ ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എത്രയായിരിക്കും? ആ നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ട്,
ഞാനും നിങ്ങളും എത്രത്തോളം മനസാന്നിധ്യത്തോടുകൂടി അത് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കുക. അതിനുള്ള കാരണം എന്താണ്? നമ്മൾക്കത് മനസാന്നിധ്യത്തോടുകൂടി നമ്മൾക്ക് നിസ്കരിക്കാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഗഫ്ലതൻ. ആ ഗഫ്ലത്തിന് വേറെ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അവന്റെ ഹൃദയം അങ്ങനെ ചത്തുപോകാൻ അല്ലെങ്കിൽ അശ്രദ്ധയിലാകാൻ പല കാരണങ്ങളുണ്ടാകും. പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യുന്ന തിന്മകൾ, നമ്മൾ ചെയ്യുന്ന രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ചെയ്യുന്ന തിന്മകൾ നമ്മുടെ ഹൃദയത്തെ ഗഫ്ലത്തിലാക്കും, നമ്മുടെ ഹൃദയത്തെ പരിക്കേൽപ്പിക്കും. അതാണ് നമുക്ക് നിസ്കാരത്തിൽ അത് ബാധിക്കുന്നത്. അപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്ക്, ഹൃദയത്തെ ബാധിക്കുന്ന ഈ മാരകമായ അസുഖം ഗഫ്ലത്ത്, നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന ഈ അസുഖം നമ്മുടെ എത്രയെത്ര ഖൈറാത്തുകളെയാണ് നഷ്ടപ്പെടുത്തുന്നത്. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. അതിൽ പ്രധാനപ്പെട്ടത് പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം, നമ്മൾ അശ്രദ്ധയിലാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ നീയത്തിന്റെ വിഷയമാണ്. നീയത്തിന്റെ വിഷയം നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കർമ്മങ്ങൾക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം നമ്മൾക്ക് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ കിട്ടാതെ പോയ പ്രതിഫലങ്ങൾ അത് കിട്ടുമായിരുന്നു. എന്തുകൊണ്ട്? നമ്മൾ ശ്രദ്ധിച്ചില്ല, പ്രത്യേകിച്ചൊന്നും കരുതിയില്ല. പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യമാണ്, ഇപ്പോ നമ്മൾ കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത്, കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് അത് നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അൻഫഖൽ മുസ്ലിമു നഫഖതൻ അലാ അഹ്ലി വഹുവ യഹ്തസിബുഹാ കാനത് ലഹു സദഖ. ഒരാൾ കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് അതിൽ അവൻ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചാൽ അത് അവന് സദഖയാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നമ്മളൊരു 10 രൂപ, 10 ദിർഹം, 10 ദിനാർ, 10 റിയാൽ, ഒരു ചെറിയ സംഖ്യ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതും ഇതിനൊക്കെ കൂലി കിട്ടണം എന്നുള്ളത്. പക്ഷെ വീട്ടിലേക്ക് അവൻ ഡെയിലി 100, 200 ചെലവാക്കുന്നുണ്ടാവും. അതിനവൻ മനസ്സിലൊന്നും കരുതുന്നില്ല. അശ്രദ്ധയാണ്. നമുക്കറിയാം, ആർക്കതിൽ അറിയാത്തത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് സദഖയാണ് എന്നുള്ളത്. പക്ഷേ വീട്ടിലേക്ക് എന്തു ചെറിയ സാധനം വാങ്ങുമ്പോഴും നമ്മൾ ഈ നീയത്ത് നടപ്പിലാക്കലുണ്ടോ എന്നുള്ളത് ഞാൻ നിങ്ങൾ പരിശോധിച്ചാൽ മതി. നീയത്തിന്റെ കാര്യത്തിൽ അത് ഇഅ്മാൽ ചെയ്യുക, അതിനെ പ്രയോഗിക്കുക എന്ന വിഷയത്തിൽ ഗഫ്ലത്ത് നമ്മൾക്ക് വലിയ തടസ്സമായി നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഒരാൾ തന്റെ ഭാര്യയുമായി ലൈംഗിക വീഴ്ച നടത്തുന്നത് പോലും സദഖയാണ്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ്, വഫി ഹാദാ ദലീലുൻ, ഈ ഹദീസിൽ തെളിവുണ്ട്, അല അന്നൽ മുബാഹാതി തസീറു തആത്തിൻ ബിന്നിയാതി സാദിഖാത്ത്. നല്ല നിയ്യത്തുകൾ കൊണ്ട് അവൻ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ അവന് പുണ്യമാക്കാൻ, നന്മകളാക്കി മാറ്റാൻ സാധിക്കും. ഫൽ ജിമാഉ യകൂനു ഇബാദതൻ, ഭാര്യയുമായി ബന്ധപ്പെടുക എന്നുള്ളത് ഇബാദത്താകും. എപ്പോ? ഇദാ നവാ ബിഹി ഖദാഅ ഹഖ്ഖി സൗജ ومعاشرتها بالمعروف الذي أمر الله تعالى به أو طلب ولد صالح أو إعفاف نفسه أو إعفاف الزوجة. അയാളത് ചെയ്യുമ്പോ തന്റെ ഭാര്യയോടുള്ള ബാധ്യതയാണ് ഞാൻ നിറവേറ്റുന്നത്. അള്ളാഹു കൽപ്പിച്ച ഭാര്യമാരുമായി നല്ല മുആമലത്തുണ്ടാകണം, മുആശറത്തുണ്ടാകണം, അവരോട് നന്നായി പെരുമാറണമെന്ന കൽപ്പനയാണ് ഞാൻ നടപ്പിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരു സാലിഹായ മകൻ ഇതിലൂടെ എനിക്കുണ്ടാകണം, അല്ലെങ്കിൽ അവന്റെ ചാരിത്രശുദ്ധി, അവന്റെ ഭാര്യയുടെ ലൈംഗിക വിശുദ്ധി, ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവൻ ചെയ്യുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഹറാമിൽ നിന്ന് കണ്ണ് താഴ്ത്തുക, ഹറാമിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, അതിന് ആഗ്രഹിക്കാതിരിക്കുക, ഇതിനൊക്കെ എനിക്ക് തടസ്സമായി എനിക്ക് സംരക്ഷണമേകുന്ന കാര്യമാണ്. ഈ പറഞ്ഞിട്ടുള്ള ജിമാ എന്ന നല്ല ഉദ്ദേശത്തിൽ അത് ചെയ്താൽ അത് ഇബാദത്താണ്. ഇത് മുസ്ലിമും കാഫിറും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഒരു മുസ്ലിമിന് അവൻ അവിടെ അവന്റെ നിയ്യത്തിനൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അവനത് ഇബാദത്തായി മാറും. അപ്പോ നമ്മൾക്ക് ഗഫ്ലത്ത് കൊണ്ട്, അശ്രദ്ധ കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഖൈറാത്തുകൾ, ഇതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ നിയ്യത്തിന്റെ വിഷയമാണ്. നിയ്യത്തിന്റെ വിഷയമാണ്.
മഹാനായ സഹാബിമാർ പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അവർ ചെയ്യുന്ന അദാത്തുകൾ നമുക്കറിയാവുന്ന വിഷയമാണ്. സാധാരണ അവർ ചെയ്യുന്ന ഇപ്പൊ ഉറക്കം പോലും നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. ഇബാദത്തായ ഉറക്കമുണ്ട്. അസ്ലൻ ഖൈലൂല എന്നുള്ളത് അസ്ലൻ അത് ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഖീലു ഫഇന്ന ശയാത്തീന ലാ തഖീൽ. എന്നാൽ നമ്മൾ സാധാരണ ഉറങ്ങുന്ന ഉറക്കം അത് നമ്മളവിടെ ഉറങ്ങുന്ന സമയത്ത് അതുകൊണ്ട് നന്മ ഉദ്ദേശിച്ചാൽ അവനതിന് പ്രതിഫലമുണ്ട്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ പല സഹാബികളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഫഅഹ്തസിബു നൗമതി കമ അഹ്തസിബു ഖൗമതി. ഞാൻ രാത്രി നിസ്കരിക്കുന്നതിന് പ്രതിഫലം ആഗ്രഹിക്കുന്നത് പോലെ രാത്രി ഉറങ്ങുന്നതിന് ഞാൻ പ്രതിഫലം ആഗ്രഹിക്കും. എന്താ കാര്യം? ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ പറയാനും അതേപോലെ ഇമാം നവവി റഹിമഹുല്ലാ പറയാനും ഒരാൾ രാത്രി നിസ്കരിക്കുമ്പോൾ അവൻ പ്രതിഫലം ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ രാത്രി ഉറങ്ങുമ്പോൾ എന്താണ് അവൻ പ്രതിഫലം ആഗ്രഹിക്കുന്നത്? ഇമാം നവവി റഹിമഹുല്ലാ പറയുന്നു, മഅനാഹു അന്നി അനാമു ബിനിയ്യത്തിൽ ഖുവ്വ വഇജ്മാഇൻ നഫ്സി ലിൽ ഇബാദ വതൻശീതിഹാ ലിത്ത്വാഅ ഫഅർജു ഫീ ദാലിക അൽഅജ്ർ കമാ അർജു ഫീ ഖൗമതി ഐ സ്വലവാതി. ഒരാൾ ഉറങ്ങുമ്പോൾ അയാൾ നിയ്യത്താക്കുകയാണ്, എനിക്ക് ഉറങ്ങിയതിനു ശേഷം ഒരു ശക്തി ഉണ്ടാകണം, ഇബാദത്തിനൊരു ഉന്മേഷം ഉണ്ടാകണം എന്ന നിലയ്ക്ക് അയാൾ ഉറങ്ങിയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നിസ്കരിക്കാം, അല്ലെ ഇബാദത്തുകൾ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട അവകാശമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന ഉദ്ദേശത്തിൽ അയാൾ അത് ചെയ്താൽ അയാൾക്ക് ആ ഉറക്കം പോലും ഇബാദത്തൻ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം ആരും കഴിക്കുന്നതാണ്, മുസ്ലിമും കാഫിറും വിശ്വാസമുള്ളവനൊക്കെ കഴിക്കുന്നത്. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മൾക്ക് എന്റെ ശരീരത്തിന് കൊടുക്കേണ്ട ഹക്കാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന ഉദ്ദേശത്തിൽ നമ്മൾ അത് നിർവഹിച്ചാൽ അതുപോലും നമ്മൾക്ക് ഇബാദത്താകും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പോ നമ്മൾക്ക് നമ്മുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നീയത്തിന്റെ വിഷയം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാതെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഇന്ന ഇബാദാത്തിൽ ഗാഫിലീന ആദാത്ത്. അശ്രദ്ധരായി ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ ഇബാദത്ത് അത് കേവലം ആദത്തായിരിക്കും. നിസ്കരിക്കുമ്പോൾ എന്താ നീയത്ത്? അവൻ ഒരു നീയത്തും വെച്ചിട്ടില്ല, മഹത്തരമായ ഇബാദത്താണ് ചെയ്തിട്ടുള്ളത്, മനസ്സിലൊന്നും കരുതിയിട്ടില്ല. അത് കേവലം ഒരു ചടങ്ങായി ആദത്തായി അവൻ പതിവായി ചെയ്യുന്ന ഒരു കർമ്മമായി മാറും. പ്രത്യേകിച്ച് കൂലി ഉണ്ടാകില്ല. എന്താണ് അവന് പറ്റിയത്? അവൻ ഗഫ്ലത്തിലായിരുന്നു. അതാണ് ഇന്ന ഇബാദാത്തിൽ ഗാഫിലീൻ. അശ്രദ്ധരുടെ ഇബാദത്ത് അത് ആദാത്തുൻ. وعادات المنتبهين عبادات. എന്നാൽ ശ്രദ്ധിക്കുന്ന ആളുകളുടെ ആദത്ത് പോലും ഇബാദത്തായിരിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓരോ കർമ്മം ചെയ്യുമ്പോൾ ഇതുകൊണ്ട് എനിക്ക് പരലോകത്തേക്ക് എന്തെങ്കിലും കിട്ടുമോ, ഇത് പരലോകത്തേക്ക് കൂലി കിട്ടുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് മുൻതബി, അഹ്ലുൽ യഖ്ള എന്ന് പറയും, ശ്രദ്ധയുള്ള ആളുകൾ. അവർ രാവിലെ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ പോലും അയാൾ കൂലി പ്രതീക്ഷിക്കും. ഞാനിത് എന്റെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നടക്കാൻ പോകുന്നത്, അതിലൂടെ എനിക്ക് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാം എന്ന നിയത്തിലാണ് ചെയ്യുന്നത്, കൂലി കിട്ടും. അതാണ് പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുള്ളത്. ഫൽ ഇൻസാനുൽ മുവഫഖു, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ച ഒരാൾ യുംകിനു അൻ യുഹവ്വില അൽ ആദാതി ഇലാ ഇബാദത്ത്, അവന്റെ ആദത്തുകളെ ഇബാദത്തുകളാക്കി മാറ്റാൻ അവന് സാധിക്കും. വൽ ഇൻസാനുൽ ഗാഫിൽ, എന്നാൽ അശ്രദ്ധനായ ഒരു മനുഷ്യൻ യജ്അലു ഇബാദാതിഹി ആദാത്ത്, അവന്റെ ഇബാദത്തുകളെ ആദത്തുകളാക്കി മാറ്റും. വലിയ കർമ്മങ്ങളായിരിക്കും ചെയ്യുന്നുണ്ട്, പക്ഷെ മനസ്സിലൊന്നുമില്ല, അശ്രദ്ധമായിട്ടാണ് അത് ചെയ്തത്, കൂലി നഷ്ടപ്പെടും. അതാണ് അബ്ദുല്ലാഹി മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞ, റുബ്ബ അമലിൻ സഗീരിൻ തുകസ്സിറുഹു നിയ്യ വറുബ്ബ അമലിൻ കബീരിൻ തുസഗിറുഹു നിയ്യ. എത്ര ചെറിയ ചെറിയ കർമ്മങ്ങളാണ് നീയത്ത് അതിനെ വലുതാക്കും, അല്ലെങ്കിൽ അതിനെ അധികരിപ്പിക്കും. എത്ര വലിയ കർമ്മങ്ങളാണ് നീയത്ത് അതിനെ ചെറുതാക്കും. വലിയ കർമ്മമായിരിക്കും ചെയ്യുന്നില്ല, പക്ഷെ നീയത്ത് മോശമായതുകൊണ്ട് ചിലപ്പോൾ ചിലതൊന്നും നീയത്തേ ഉണ്ടാകൂല.
അവനങ്ങനെ യാന്ത്രികമായി ചെയ്യുന്നുണ്ടാകും. അപ്പൊ നമ്മുടെ ഗഫ്ലത്ത് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇഅ്മാലു നിയ്യ. നിയ്യത്തിനെ നടപ്പിലാക്കുന്ന വിഷയത്തിൽ നമ്മൾക്ക് ഗഫ്ലത്ത് കൂടുതലും സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അഹ്ലുൽ യഖ്ല, ശ്രദ്ധയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഗഫ്ലത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു കിതാബാണ് ഷെയ്ഖ് ഖഹ്താനി ഹഫിള് റഹിമഹുള്ളയുടെ ഗഫ്ലത്തുമായി ബന്ധപ്പെട്ട കിതാബ്. അതിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി നമ്മളെ സമയം അവസാനിക്കാറായി. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനുള്ള പരിഹാരം എന്താണ്? അതാണ് നമുക്കറിയാം. നമ്മളൊക്കെ നമ്മുടെ ഈ അശ്രദ്ധയുടെ കാര്യം എത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തിയ ഖിറാത്തുകൾ, നിരന്തരം ദിവസേന ദിനേന എന്നോണം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഖിറാത്തുകൾ, ഓരോരുത്തരും സ്വന്തത്തെക്കുറിച്ച് വിലയിരുത്തിയത് മനസ്സിലാകും. എന്താണ് പരിഹാരം? ഈ ഗഫ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരം പണ്ഡിതന്മാർ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ നിന്നൊരു 10 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പോലും കൂലി കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ഈ ഗഫ്ലത്തിനുള്ള പരിഹാരം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം അദ്ദുആ, പ്രാർത്ഥനയാണ്. അല്ലാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക എന്നുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ, ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ്. ഹൃദയം ശുദ്ധമാകാനും ഹൃദയം പരിശുദ്ധമാകാൻ അതിനെ ബാധിക്കുന്ന ഷർറുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. പൊതുവായിട്ട് ഗഫ്ലത്ത് എന്നല്ല, ഹൃദയത്തെ ബാധിക്കുന്ന ഏത് അസുഖത്തിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹാ ഖൈറു മൻ സക്കാഹ അൻത ഖൈറു മൻ സക്കാഹ എന്നുള്ള പ്രാർത്ഥനകൾ പോലെയുള്ള പ്രാർത്ഥനകൾ. വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ, ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ, ഹൃദയത്തിന് തഖ്വ നൽകണമേ പോലെയുള്ള നമ്മൾക്ക് സുപരിചിതമായ പ്രാർത്ഥനകൾ. അതേപോലെ അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബന അലാ തആതിക്, ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന അല്ലാഹുവേ, നന്മകളിലേക്ക് എന്റെ ഹൃദയത്തെ തിരിച്ചുവിടണമേ പോലെയുള്ള പ്രാർത്ഥനകൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയി വമിൻ ശർരി, ഹൃദയത്തെ ബാധിക്കുന്ന ഷർറിൽ നിന്ന് അല്ലാഹു നിന്നോട് ഞാൻ രക്ഷ തേടുന്നു പോലെയുള്ള പ്രാർത്ഥനകൾ. ഇങ്ങനെയുള്ള മൊത്തത്തിൽ പൊതുവായ പ്രാർത്ഥനകളും. അതേപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമ. അൽ ഖൽബുൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ജീവനുള്ള ഹൃദയം. അൽ ഖുലൂബുൽ മുഖ്ബിത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഖൽബുൻ മുഖ്ബിത് എന്നൊക്കെ പറയുന്നത് ഖൽബുൻ സലീം, സലീമായ ഹൃദയമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമ, സലീമായ ഹൃദയം അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പൊതുവായി അല്ലാഹുമ്മ ഗ്ഫിർ ദംബി വതഹ്ഹിർ ഖൽബി, ഇങ്ങനെയുള്ള സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലുക. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിആദ നടത്തിയ, രക്ഷ തേടിയ പ്രാർത്ഥനകളിൽ സ്ഥിരപ്പെട്ട ഒന്നാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗഫ്ലത്തിൽ നിന്ന്, അശ്രദ്ധയിൽ നിന്ന് രക്ഷ തേടിയത് കാണാൻ സാധിക്കും. اللهم إني أعوذ بك من العجز والكسل والبخل والهرم والقسوة والغفلة. غفلة അശ്രദ്ധയിൽ നിന്ന്, അലസതയിൽ നിന്നും, അശക്തിയിൽ നിന്നും, പിശുക്കിൽ നിന്നും, അതുപോലെ തന്നെ ഹൃദയ കാഠിന്യത്തിൽ നിന്നും, വാർദ്ധക്യത്തിൽ നിന്നും രക്ഷ തേടുന്നു. അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഗഫ്ല, അശ്രദ്ധയിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഒന്നാമത്തെ കാര്യം ദുആൻ, അള്ളാഹുവേ ഗഫ്ലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, എന്റെ ഹൃദയം ശുദ്ധമാക്കണമേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കും. ഒന്നാമത്തെ മരുന്നതാണ്. ഏതു കാര്യങ്ങൾക്കുമുള്ള
ഫലപ്രദമായ ഏറ്റവും അൻഫഅയ ഉപകാരപ്രദമായ മരുന്ന് അത് തന്നെയാണ് ദുആ. എന്തിനും അദ്ദുആഉ മിൻ അൻഫഇൽ അദ്വിയ എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഫലപ്രദമായ മരുന്ന് അത് ദുആയാണ്. ഏത് അസുഖത്തിനും ഏത് കാര്യങ്ങൾക്കും. രണ്ടാമത്തേത് അൽ ഇക്സാറു മിൻ സിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുന്നത് ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക. എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ടോ ആ ഹൃദയം ശ്രദ്ധയുള്ള ഹൃദയമായിരിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ ആ ഹൃദയം ഖൽബുൻ മുത്മഇൻ ആയിത്തീരും. അപ്പൊ എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ അത് അശ്രദ്ധക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരമാണ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് എന്ന് പറഞ്ഞില്ലേ, വസ്വാസ് ഉണ്ടാക്കുന്ന, വസ്വാസ് എന്ന മുവസ്വിസ് എന്നുള്ള മാനക്കൻ ദുർബോധനം നടത്തിക്കൊണ്ട് വസ്വാസ് ഉണ്ടാക്കുന്ന പിശാജിന്റെ ഷർറിൽ നിന്ന്. അൽ ഖന്നാസ് അവിടെ പിശാജിന്റെ ഒരു വിശേഷണമായി അള്ളാഹു ഖന്നാസ്, പിന്മാറിക്കളയുന്നവൻ. എന്താണ് ഇതിന്റെ അർത്ഥം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അശ്ശൈത്താനു ജാസിമുൻ അലാ ഖൽബി ബിനി ആദം, മനുഷ്യ ഹൃദയത്തിൽ പിശാച് ഇങ്ങനെ ഒട്ടി നിൽക്കും. പിശാച് അവന്റെ കൂടെ ഉണ്ടാകും. ഫൈദാ സഹ വഗഫല, ആ മനുഷ്യൻ അശ്രദ്ധനായാൽ, അവന് ഗഫ്ലത്ത് ബാധിച്ചാൽ വസ്വസ, അപ്പൊ പിശാച് ഇടപെടും. അപ്പോ പിശാച് ഇടപെടുന്നത് എപ്പോഴാണ്? ഹൃദയം അശ്രദ്ധമാകുമ്പോഴാണ്. അതാണ് അൽ ഖന്നാസ് എന്ന് പറയാനുള്ള കാരണം. വൈദാ ദക്കറല്ലാഹ, ഇനി ഈ മനുഷ്യൻ അള്ളാഹുവിനെ സ്മരിച്ചാലോ ഖനസ, അവൻ പിന്മാറും. അതാണ് ഖന്നാസ്, ധാരാളമായി പിന്നോട്ടടിക്കുന്നവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതാണ് മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ പിശാച് അവന്റെ ഹൃദയത്തിൽ നിന്ന് വസ്വാസ് ഉണ്ടാക്കുന്നതിൽ നിന്ന്, അവന്റെ ഉപദ്രവത്തിൽ നിന്ന് അവന് അവിടുന്ന് മാറി നിൽക്കും. കാരണം അള്ളാഹുവിനെ സ്മരിക്കുന്ന ഹൃദയത്തിൽ പിശാചിന് പ്രത്യേകിച്ച് സ്വാധീനിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദിക്റുല്ലാഹ് അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പരിഹാരം. മൂന്നാമത്തെ പരിഹാരം അൽ മുഹാഫളതു അലാ സ്വലാത്തിൽ ജമാഅ, ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിർബന്ധമായി ജമാഅത്തിൽ പങ്കെടുക്കേണ്ട ആളുകൾ ഉണ്ടാകും. ബാങ്ക് കേൾക്കുന്ന പരിധിയിൽ അവർ ജമാഅത്തിൽ വന്നിട്ടില്ല, കുറ്റക്കാരാണ്. അവർക്ക് ശർഈയായ കാരണങ്ങൾ ഇല്ലെങ്കിൽ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ കുറച്ച് ദൂരെയാണെങ്കിൽ ബാങ്ക് കേൾക്കുന്ന പരിധിയിൽ അല്ലെങ്കിൽ കൂടി ഒരുപാട് ഗുണങ്ങളുള്ള നേട്ടങ്ങളുള്ള ഒന്നാൻ, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അവന്റെ അത് ഉപേക്ഷിക്കുന്നതിൽ അവന് ഇളവുണ്ടെങ്കിലും അല്ലെങ്കിൽ അവന് നിർബന്ധമെന്ന ഹുക്കുമില്ലെങ്കിലും അവൻ എത്രത്തോളം റിസ്ക് എടുത്ത് ജമാഅത്തിന് അതിന്റെ കൂലിയുണ്ട്. ചില ആളുകൾ പറയും എനിക്ക് ജമാഅത്ത് നിർബന്ധമല്ല, ബാങ്ക് കേൾക്കുന്നില്ല, കുറച്ച് ദൂരെയാണ്. പക്ഷേ അയാൾ വന്നു കഴിഞ്ഞാൽ അയാൾ കിട്ടുന്ന ഖൈറാത്തുകൾ എത്രയാണ്? ഒരുപാട്. ജമാഅത്ത് നിസ്കാരത്തിന് വന്നിട്ടുള്ള ശ്രേഷ്ഠതകൾ നിരവധിയാണ്. അതിലൊന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്, മൻ ഹാഫള അലാ ഹഉലാഇ സ്വലവാതിൽ മക്തൂബാത്ത് ലം യുക്തബ് മിനൽ ഗാഫിലീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ, ആരാണോ ഈ 5 വഖ്ത് നിസ്കാരം കൃത്യമായി ജമാഅത്തോടുകൂടി നിസ്കരിക്കാൻ പരിശ്രമിക്കുന്നത്, അവൻ അശ്രദ്ധരുടെ കൂട്ടത്തിൽ അവന്റെ പേര് രേഖപ്പെടുത്തപ്പെടുകയില്ല എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജമാഅത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ജമാഅത്തായി നിസ്കരിക്കുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധയുണ്ടാകണം. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ എന്തായിരുന്നു? അദ്ദുആ. രണ്ടാമത്തേത് അൽ ഇക്സാറു മിൻ സിക്രില്ലാഹ്. മൂന്നാമത്തേത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, അൽ ഇക്സാറു മിൻ സിക്രില്ലാഹ് എന്ന് പറയുന്നത് സിക്റുല്ലാഹ് എന്ന് പറയുന്ന വ്യത്യാസം എന്താ? ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കുക. അത് മുനാഫിക്കുകൾ ചെയ്യും അല്ലേ? വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. കുറച്ച് മുനാഫിക്കും അള്ളാഹുവിനെ സ്മരിക്കും. ധാരാളമായി അള്ളാഹുവിനെ
അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും. അപ്പം ദിക്ർ അത് വർദ്ധിപ്പിക്കുക എന്നതാണ് വിഷയം. മൂന്നാമത്തേത് സ്വലാത്തു അൽ ജമാഅ. നാലാമത്തേത് ഖിയാമുൽ ലൈൽ. നാലാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഖിയാമുൽ ലൈൽ. ഞാൻ നേരത്തെ പറഞ്ഞു ഷെയ്ഖ് ഖഹ്താനി ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഖിയാമു അൽ ലൈൽ, രാത്രി നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ബിഅശ്രി ആയാതിൻ ലം യുക്തബ് മിനൽ ഗാഫിലീൻ. മൻ ഖാമ ബിഅശ്രി ആയാതിൻ, ആര് 10 ആയത്തോതി നിസ്കരിക്കുന്നുണ്ടോ, രാത്രി നിസ്കരിക്കുന്നുണ്ടോ, അവൻ ലം യുക്തബ് മിനൽ ഗാഫിലീൻ, അവൻ അശ്രദ്ധരുടെ കൂട്ടത്തിൽ അവന്റെ പേരുണ്ടാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നോക്ക്, 10 ആയത്തോതി രാത്രി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സുലൈമാൻ റുഹൈൽ ഹഫിളഹുല്ലാഹ് വർഷം മുമ്പ്, 1-2 വർഷം മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ട്വീറ്റിൽ പറയുന്നുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം 10 ആയത്തോതി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ. ഒരാൾ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ 10 ആയത്താവും. ഇപ്പോ 7 ആയത്ത് സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഒരു ഇഖ്ലാസും കൂടി, സൂറത്തുൽ ഇഖ്ലാസും കൂടി ഓതി ഒരു റക്അത്ത് വിത്ർ നിസ്കരിച്ചാൽ തന്നെ എന്തായി? അല്ലെങ്കിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ ഈ പറഞ്ഞത് കിട്ടും. ഇനി സൂറത്തുൽ ഫലഖും നാസും ഓതിയാൽ തന്നെ എത്രയായി? 11 ആയത്തായി. 10ൽ കൂടുതൽ ആയത്തായി. അപ്പൊ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾക്ക് ഈ കാര്യം നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ ഇത് പതിവാക്കണം. രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇശാ നിസ്കാരത്തിന് ശേഷം റവാത്തിബ് കഴിഞ്ഞാൽ അത് മുതൽ തുടങ്ങും. അതാണ് പ്രബലമായ അഭിപ്രായം. ചില പണ്ഡിതന്മാർ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് ശേഷമുള്ള റവാത്തിബും ഫർദുമല്ലാത്ത മറ്റു സുന്നത്ത് നിസ്കാരങ്ങൾ അതെല്ലാം രാത്രി നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ഇശാ നിസ്കാരം കഴിഞ്ഞ് അതിന്റെ 2 റക്അത്ത് റവാത്തിബും കഴിഞ്ഞ് ഒരു റക്അത്തെങ്കിലും ചുരുങ്ങി നിസ്കരിക്കാൻ പറ്റിയാൽ, ഇനി രാത്രി എണീക്കാൻ പ്രയാസമുള്ള ആളുകൾ, ഇനി അല്ലെങ്കിൽ രാത്രിയുടെ അവസാന സമയത്ത് ഒരു റക്അത്തെങ്കിലും നിസ്കരിച്ച് രാത്രി നിസ്കാരം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്ന് പറഞ്ഞതിൽ ഒരാൾ ഇശാ റവാത്തിബ് കഴിഞ്ഞ ഒരു റക്അത്ത് കൂടി നിസ്കരിച്ചാൽ അയാൾ ഇതിൽ പെടുന്നാണ്. പെടും. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, ഒരാൾ രാത്രി നിസ്കരിക്കുന്നവനായി കഴിച്ചു കൂട്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞല്ലോ. ആരെക്കുറിച്ച്? ഇബാദുർ റഹ്മാനെ കുറിച്ച്. അതിൽ പെടണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ലെവലിൽ നമ്മൾ നിർവഹിച്ചാൽ മതി. അതിന്റെ ഒരു വലിയ ഗുണമാണ് മൻ ഖാമ ബിഅശ്രി ആയാതിൻ ലം യുക്തബ് മിനൽ ഗാഫിലീൻ. അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകമാകുന്ന ഒന്നാണ് രാത്രി നിസ്കാരം. അപ്പൊ അത് ഒരു റക്അത്തെങ്കിലും നിസ്കരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രാത്രി നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾക്ക് പറ്റണം. അത് പതിവില്ലാത്ത ആളുകൾ അതൊരു ഉറച്ച തീരുമാനം എന്ന നിലയ്ക്ക് ഒരു റക്അത്തെങ്കിലും, ഇനി രാത്രി എണീൽക്കാൻ പ്രയാസമുള്ള ആളുകൾ ഇശ അതിനുശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചതുപോലെ നീ ഉറങ്ങുന്നതിന് മുമ്പ് വിത്റാക്കി ഉറങ്ങണമെന്ന് പറഞ്ഞല്ലോ. വിത്റാക്കാൽ നീ ഉറങ്ങരുത് എന്ന് പറഞ്ഞല്ലോ. അതിന് പണ്ഡിതന്മാർ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധാരാളമായി രാത്രി പഠനത്തിലായിരിക്കും. അപ്പോൾ അവസാന സമയത്ത് എണീൽക്കാൻ പറ്റാത്തത് കൊണ്ട് ചില സഹാബികൾക്ക് അവരുടെ അവസ്ഥ മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഉപദേശിച്ചതാണ്. അപ്പോ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മൾ എന്തായിരുന്നാലും ഈ രാത്രി നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം. അതിനെ ഒരു റക്അത്തെങ്കിലും നിർവഹിച്ചുകൊണ്ട് നമ്മൾ അതിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 5ാമത് തിലാവത്തുൽ ഖുർആൻ, ഖുർആനിന്റെ പാരായണമാണ്. നമ്മുടെ അശ്രദ്ധയിൽ നിന്നും അതുപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കുന്ന ഏതൊക്കെ അസുഖങ്ങളുണ്ടോ അതിനെല്ലാം പരിഹാരമാണ് ഖുർആൻ എന്നുള്ളത് അല്ലാഹു തആല പറഞ്ഞതാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. ഹൃദയങ്ങൾക്ക് ബാധിക്കുന്ന അസുഖങ്ങൾക്ക് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഇറക്കിയിട്ടുള്ളത് അങ്ങനെയാണെന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകൾ വേറെ നമുക്കതിന് കാണാൻ സാധിക്കും. ഖുർആനിന്റെ പാരായണം അത് ഗഫ്ലത്തിൽ നിന്ന്, അശ്രദ്ധയിൽ നിന്ന് നമ്മൾക്ക് രക്ഷയേകുന്ന കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഖുർആനു ഹയാത്തുൽ ഖുലൂബ്.
ഖുർആൻ ഹൃദയങ്ങളുടെ ജീവനാണ്. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, അത് ഹൃദയങ്ങൾക്ക് ശമനമാണ്. ഫബിൽ ജുംല, മൊത്തത്തിൽ ഫലാ ശൈഅ അൻഫഉ ലിൽ ഖൽബി മിൻ ഖിറാഅത്തിൽ ഖുർആൻ ബിത്തദബ്ബുരി വത്തഫക്കുർ. ഹൃദയത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യമെന്ന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അത് ഖുർആൻ ചിന്തിച്ചും ആലോചിച്ചും ഓതുക എന്നുള്ളതാണ്. ഹൃദയത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്ന് ചിന്തിച്ചും ആലോചിച്ചും ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവന്റെ ഹൃദയ ശുദ്ധീകരണത്തിന് ഏറ്റവും സഹായകമാകുന്ന കാര്യമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു. ആറാമത്തെ കാര്യം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകാം. ആറാമത്തെ അത്തൗബത്ത് വൽ ഇസ്തിഗ്ഫാർ. അത്തൗബത്ത് വൽ ഇസ്തിഗ്ഫാർ, തൗബ ചെയ്യുക. എപ്പോഴാണ് നമ്മൾ തൗബ ചെയ്യുക? നമ്മളിങ്ങനെ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ മാറണം എന്ന് ചിന്തിക്കുമ്പോഴാണ് തൗബ ചെയ്യുക. അന്നദമു തൗബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖേദം അത് തൗബയാണ്. അപ്പം തെറ്റുകളിൽ നിന്ന് മാറണമെന്ന് ചിന്തിക്കുമ്പോഴാണ് തൗബ ചെയ്യുക, തൗബയെ കുറിച്ച് ചിന്തിക്കുക. അത് ഒരാൾക്ക് ഉണ്ടാവുക അവർ അശ്രദ്ധയിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴാണ്. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ, 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 അസ്തഗ്ഫിറുല്ലാഹ് റബ്ബിഗ്ഫിർലി, ഇസ്തിഗ്ഫാർ, മഗ്ഫിറത്തിന് അല്ലാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് നമ്മുടെ അമലിൽ കാര്യമായി സ്വാധീനിക്കുന്ന ഒന്നാണ്, കാര്യമായി സ്വാധീനിക്കുന്ന ഒന്നാണ്. നമ്മൾക്ക് കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ രണ്ട് ശക്തി ഉണ്ടാകണം. ഒന്ന് ഖുവ്വത്തുൽ ബദൻ, ശരീരത്തിന് ശക്തി ഉണ്ടാകണം. മറ്റൊന്ന് ഖുവ്വത്തു അൽ ഖൽബ്, ഹൃദയത്തിന് ശക്തി ഉണ്ടാകണം. ഇത് രണ്ടും കൂടുമ്പോഴേ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖുവ്വത്തുൽ ഖൽബാണ്, ഹൃദയത്തിന്റെ ശക്തിയാണ്. ഹൃദയം തീരുമാനിക്കണം, അല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കണം. മാനസികമായിട്ട് അവന് ശക്തി ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കെസൽ എന്ന് പറഞ്ഞത് മടി, മടി എന്ന് പറഞ്ഞാൽ ളഅഫുൻ ഫിൽ ഖൽബാണ്, ഹൃദയത്തിലുള്ള ശക്തിയാണ്. അജ്സ് എന്ന് പറഞ്ഞാൽ ളഅഫുൻ ഫിൽ ബദൻ, ശരീരത്തിലുള്ള ശക്തിയാണ്. അല്ലേ? നമുക്കറിയാം, നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്ക് നിസ്കരിക്കാൻ പറ്റണില്ല. എന്താ കാര്യം? അയാളെ മനസ്സ് മടി പിടിച്ചിരിക്കാൻ. എന്നാൽ ചില പ്രായം ചെന്ന ആളുകൾ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ അയാളെന്ത് തരും, ചിലപ്പോ രാത്രിയൊക്കെ എണീറ്റ് നിസ്കരിക്കുന്നുണ്ടാവും. അവരുടെ ഹൃദയത്തിന് ശക്തിയുള്ളത് കൊണ്ട്, ശരീരത്തിന് കുറച്ച് അശക്തി ഉണ്ടെങ്കിലും അയാൾ എന്ത് ചെയ്യും, ഹൃദയത്തിന്റെ ആ ശക്തി കൊണ്ട് അയാൾ അമല് ചെയ്യും. പക്ഷെ മൊത്തത്തിൽ കിടന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയൂല. ശരീരം മൊത്തം തളർന്നു പോയാൽ ഹൃദയം എത്ര ശക്തി ഉണ്ടെങ്കിലും ചെയ്യാൻ കഴിയൂല. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ ഹൃദയത്തിനും അതുപോലെ തന്നെ ശരീരത്തിനും ശക്തി ഉണ്ടാകണം. ഈ ഹൃദയത്തിനും ശരീരത്തിനും ശക്തി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, വയാ ഖൗമി ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, നിങ്ങൾ തൗബയും ഇസ്തിഗ്ഫാറും നടത്തണം, എങ്കിൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് അല്ലാഹു തആല സമൃദ്ധമായ മഴ നൽകും. അതിനുശേഷം അല്ലാഹു പറഞ്ഞു, വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, നിങ്ങളുടെ ശക്തി അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ശക്തി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഖുവ്വത്തു അൽ ബദൻ, അതുപോലെ ഖുവ്വത്തുൽ ഖൽബ്, രണ്ട് ശക്തിയിൽ പെടും. അപ്പൊ നമ്മൾ ഇസ്തിഗ്ഫാറിനെ എത്രത്തോളം വർദ്ധിപ്പിച്ചു, അത് നമ്മുടെ ശാരീരികമായ ശക്തി വർദ്ധിക്കാനും മാനസികമായ ശക്തി വർദ്ധിക്കാനും കാരണം. നമ്മുടെ മനസ്സ് ശക്തമായാൽ ആ മനസ്സിൽ നിന്ന് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഇല്ലാതെയാകും. അപ്പോ ധാരാളമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത് ഗഫ്ലത്ത്, അശ്രദ്ധക്കുള്ള മറ്റൊരു പരിഹാരമാണ്. ഏഴാമത്തെ കാര്യം ഹുദൂറു മജാലിസി ദിക്ർ, ദിക്റിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുക. ദിക്റിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകൾ. അതിൽ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന സദസ്സുകൾ. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന സദസ്സുകൾ മജാലിസു ദിക്റാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ മറർതും ബിറിയാദിൽ ജന്ന ഫർതഉ, നിങ്ങൾ സ്വർഗത്തിലെ റിയാദുൽ ജന്ന, സ്വർഗത്തിലെ പൂന്തോപ്പിലൂടെ നിങ്ങൾ അതിന്റെ അടുത്തുകൂടെ നിങ്ങൾ കടന്നുപോയാൽ നിങ്ങൾ അതിൽ നിന്ന് സുഖമെടുക്കുക എന്ന് പറഞ്ഞു. ഖാലു, അപ്പൊ സഹാബത്ത് ചോദിച്ചു, വമാ റിയാദുൽ ജന്ന, ഏതാണ് സ്വർഗത്തിലെ പൂന്തോപ്പുകൾ എന്ന് പറഞ്ഞാൽ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിലഖുദ് ദിക്ർ, ദിക്റിന്റെ മജ്ലിസുകളാണ്. അപ്പൊ ദിക്ർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, ഇങ്ങനെയുള്ള അദ്കാറുകൾ മാത്രമല്ല ദിക്ർ എന്ന് പറഞ്ഞാൽ. അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ്, മഹാനായ താബിഈയാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകം,
മജ്ലിസുൻ യതഅല്ലമു ഫീഹി അൽഅബ്ദുൽ ഹലാല വൽ ഹറാമ മിൻ ദിക്രില്ലാ. ഹലാൽ ഹറാമുകളെ കുറിച്ച് പഠിക്കുന്ന സദസ് ദിക്റുള്ളയാണ്. ഖുർആനിന്റെ പാരായണ ദിക്റുള്ളയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം, ദീൻ പഠി, ഇതൊക്കെ ദിക്റുള്ളയാണ്. അപ്പോ നമ്മുടെ ഗഫ്ലത്ത്, അതിൽ നിന്ന് രക്ഷയേകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന, അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കുക. പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്തോറും നമ്മുടെ ഹൃദയം ശുദ്ധമാകും. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ ഇല്ലാതെയാകും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്ന മജാലിസ ദിക്രി മജാലിസുൽ മലായിക. ദിക്റിന്റെ മജ്ലിസുകൾ എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സുകളാണ്. വമജാലിസൽ ലഗ്വി വൽ ഗഫ്ലതി മജാലിസുശ് ശയാത്തീൻ. എന്നാൽ അശ്രദ്ധ, കളി, തമാശ, വിനോദം, ഇങ്ങനെയുള്ള സദസ്സുകൾ അത് ശൈത്താന്റെ മജ്ലിസുകളാണ്. അതുകൊണ്ട് ഫൽയതഖയ്യറിൽ അബ്ദു അഅജബഹുമാ ഇലൈഹി വഔലാഹുമാ ബിഹി. അവൻ ഏറ്റവും യോജിച്ചത്, അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അവൻ തിരഞ്ഞെടുക്കട്ടെ. ഫഹുവ മഅ അഹ്ലിഹി ഫിദ്ദുനിയ വൽ ആഖിറ. അവൻ അവരുടെ കൂടെയായിരിക്കും ദുനിയാവിലും പരലോകത്തും. അപ്പൊ നല്ല സദസ്സുകളിലായിരിക്കും നല്ല മനുഷ്യന്മാരുണ്ടാകുക, മോശപ്പെട്ട സദസ്സുകളിൽ മോശപ്പെട്ട ആളുകൾ ഉണ്ടാകും. അപ്പൊ ഏത് സദസ്സ് നമ്മൾ തെരഞ്ഞെടുക്കണം ചിന്തിക്കുക. നല്ലവരുടെ കൂടെയാണെങ്കിൽ നമുക്ക് നല്ലവരുടെ കൂടെ ദുനിയാവിലും പരലോകത്തും ഒരുമിക്കാൻ. അൻത മഅമൻ അഹ്ബബ്ത എന്ന് പറഞ്ഞല്ലോ, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും നീ പരലോകത്ത്. അതുകൊണ്ട് നല്ലവരുമായി കൂട്ടുകൂടണമെങ്കിൽ നല്ല സദസ്സുകളിൽ പങ്കെടുക്കണം. അത് നമ്മൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ ഇങ്ങനെയുള്ളൊരു സദസ്സിൽ പങ്കെടുക്കുമ്പോൾ തോന്നിവാസം കാണണം, കേൾക്കണം നമ്മൾ ചിന്തിക്കൂല. കാരണം നല്ലവരുമായിട്ടുള്ള സഹവാസം നമ്മളെ നന്മകളിലേക്ക് എത്തിക്കും, സംശയമില്ല. നമ്മളെപ്പോഴാണ് തിന്മ ചെയ്യാം? നമ്മൾ തിന്മ ചെയ്യാനുള്ള ഒരു കാരണം നമ്മൾ മോശപ്പെട്ട ആളുകളുടെ കൂടെ കൂടുമ്പോഴാണ്. നമ്മൾക്ക് ചിന്തയില്ലെങ്കിലും താല്പര്യമില്ലെങ്കിലും നമ്മുടെ കൂട്ടുകാരൻ മോശമാണെങ്കിൽ അതിലേക്ക് നമ്മൾ പോകും. ഈ പള്ളിയിൽ ഇരുന്ന് നമുക്ക് ഒരു ഹറാമ് കാണാൻ നമ്മൾ തോന്നൂല. എന്താ കാര്യം? നമ്മൾ അതിനെ തൊട്ട് അശ്രദ്ധരായിരിക്കും. നമ്മൾ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ ഗഫ്ലത്ത്, അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു കാര്യം ഇൽമിന്റെ, അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം അൽ ഇഹ്സാനു ഫിൽ ഇബാദ. ഇബാദത്തിലുള്ള ഇഹ്സാൻ അത് നമ്മൾ നടപ്പിലാക്കുക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മറാത്തിബുദ്ദീൻ, മർത്തബത്തു അൽ ഇസ്ലാം, മർത്തബത്തുൽ ഈമാൻ, സുമ്മ മർത്തബത്തു അൽ ഇഹ്സാൻ. ഇഹ്സാനിന്റെ മർത്തബയിലേക്ക് എത്താൻ നമ്മൾ പരിശ്രമിക്കുക. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അശ്രദ്ധയ്ക്ക് ഏറ്റവും വലിയ പരിഹാരമാണ്. നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ, ഹൃദയത്തിൽ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. എങ്ങനെ നമ്മളുടെ ഹൃദയം അശ്രദ്ധാകും? ഒരിക്കലും അശ്രദ്ധ. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ നിസ്കരിക്കുക ഹൃദയത്തിൽ. ഇഹ്സാന് രണ്ട് മർത്തബുണ്ട്. ഒന്ന് മർത്തബത്തുൽ മുശാഹദ, അതാണ് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു. അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ നിസ്കരിക്കുമ്പോൾ, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് നിസ്കരിക്കുന്ന പോലെ ഇബാദത്ത് ചെയ്യുക. മർത്തബത്തുൽ മുശാഹദ എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടു താഴെയുള്ള മർത്തബയാണ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ ഇബാദത്ത് ചെയ്യുക. മർത്തബത്തുൽ മുറാഖബ എന്ന് പറയുന്നത്. മർത്തബത്തുൽ മുറാഖബ നമ്മൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹു എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തിലാണ് നമ്മളിങ്ങനെ കഴിയുന്നതെങ്കിൽ നമ്മൾക്കൊരു തിന്മ ചെയ്യാൻ സാധിക്കുമോ? നിസ്കാരത്തിന് തക്ബീർ കിട്ടിയാൽ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അള്ളാഹു എന്റെ നിസ്കാരം കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തിലാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം എങ്ങനെ അശ്രദ്ധമാകും? അള്ളാഹു തആല ഖുശൂഅോടുകൂടി നിസ്കരിക്കുന്ന ആടുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മർത്തബത്തു അൽ മുറാഖബ. നമ്മുടെ രഹസ്യ ജീവിതത്തിലും നമ്മൾക്ക് വിട്ടുനിൽക്കാൻ ഏറ്റവും സഹായകമാകുന്ന ഒന്നാണത്. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ട്? മുറാഖബത്തുല്ലാഹ്, അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധം എത്രത്തോളം നമ്മൾ മനസ്സിലേക്ക് ആണ്ടിറങ്ങിയിട്ടുണ്ടോ, അത് എത്രത്തോളം നമ്മുടെ മനസ്സിൽ ഉണ്ടോ, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ രഹസ്യ ജീവിതം.
അൽ ഇമാം അൽ ഖഹ്താനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറഞ്ഞിട്ടുള്ള ഒരു 2 വരി ഇദാ മാ ഖലൗത إذا ما خلوت بريبة في ظلمة والنفس داعية إلى الطغيان നീ ഇരുട്ടിന്റെ മറവിൽ ഒറ്റയ്ക്കായിരുന്നാൽ മനസ്സ് നിന്നോട് പറയുകയാണ് തിന്മ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് നിന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇരുട്ടാണ്, ആരും കാണാനില്ല. എങ്കിൽ ഫസ്തഹ്യി മിൻ നളറിൽ ഇലാഹി വഖുൽ ലഹ, ആ സന്ദർഭത്തിൽ നീ അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കണം. എന്നിട്ട് ആ മനസ്സിനോട് നീ പറയണം, ഇന്നല്ലദീ ഖലഖദ്ദലാമ യറാനി, ഈ ഇരുട്ടിനെ സൃഷ്ടിച്ചവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിനോട് നിനക്ക് പറയാൻ പറ്റണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് പള്ളിയിൽ വരുന്ന നിസ്കരിക്കുന്ന ദീനിന്റെ ആളുകളെ അറിയപ്പെടുന്ന ആളുകൾക്ക് രഹസ്യ ജീവിതത്തിൽ തിന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നിരവധിയാണ്. ആളുകളുടെ മുമ്പ് ഏറ്റവും വൃത്തിയിൽ നിൽക്കാം, പക്ഷേ രഹസ്യം മോശമാക്കാൻ, വൃത്തികേടുകൾ കാണാൻ, കേൾക്കാൻ നിരവധി അവസരങ്ങളുണ്ട്. മുമ്പത്തെ പോലെയല്ല, നിരവധി അവസരങ്ങളുണ്ട്. ആളുകളുടെ മുമ്പിൽ വളരെ നീറ്റായിട്ട് അവന് നിൽക്കാനും പറ്റും. അത്രയും രഹസ്യമായി തിന്മകൾ ചെയ്യാനുള്ള സാഹചര്യം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്, രഹസ്യ ജീവിതം നന്നാക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും സഹായകമാകുന്ന കാര്യമാണ് മുറാഖബത്തുല്ലാഹ്, അള്ളാഹു നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധം. 9ാമത്തെ ഒരു കാര്യം, നമ്മൾക്ക് ഗഫ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണമായി പണ്ഡിതന്മാർ പറയാറുള്ള ഒന്ന് സിയാറത്തുൽ ഖുബൂർ, ഖബർ സന്ദർശിക്കുക. നമ്മൾക്ക് നാളെ ചെന്നു ചേരാനുള്ള ആ ഇടത്തെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായാൽ നമുക്ക് ബേജാറ് വരും. സത്യല്ലേ? സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖബർ സിയാറത്ത് മുമ്പ് വിരോധിച്ചിരുന്നു, നിങ്ങൾ ഇപ്പോ സിയാറത്ത് നടത്തുക. അതിനുള്ള ചില ഫായിദകളായി പറഞ്ഞത് അന്നഹാ തുരിഖുൽ ഖൽബ വതുദ്മിഉൽ ഐന വതുദക്കിറുൽ ആഖിറ ഫസൂറുഹ, അത് ഹൃദയത്തെ ലോലമാക്കും. ഹൃദയം ശുദ്ധമാകാനുള്ള ഒരു കാര്യമാണ് ഖബർ സിയാറത്ത് ചെയ്യുക എന്നുള്ളത്. അത് കണ്ണിനെ നനയിപ്പിക്കും, പരലോകത്തെ ഓർമ്മിപ്പിക്കും. എന്താ ഈ പരലോകത്തെ ഓർമ്മിപ്പിക്കുക ഖബർ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു വിശദീകരണം എങ്ങനെയാണ്? പരലോകത്തെ ഓർമ്മിപ്പിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ പരലോക ജീവിതം ഓർമ്മിപ്പിക്കും. അതേപോലെ തന്നെ ശരിക്കും പരലോകത്തെ ഒരു മഹ്ശറിന്റെ ചിത്രമാണ് ഖബറിലുള്ളതെന്നാണ്. നമ്മൾ നമ്മുടെ ഖബർസ്ഥാനിൽ പോയാൽ അവിടെ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ, വലിയ സ്വാധീനമുള്ളയാൾ, ആ നാട്ടിലെ ഏറ്റവും ദരിദ്രൻ, ഏറ്റവും പ്രയാസത്തിൽ ജീവിച്ചയാൾ, ഏറ്റവും സൗകര്യത്തിൽ ഒരാൾ, എല്ലാവരും ഒരേ കിടപ്പൻ. അപ്പൊ ഏകദേശം പരലോകത്തിന്റെ ഒരു ചെറിയ ചിത്രമാണ് ഖബറിലുള്ളത്. എല്ലാവരും ഒരുപോലെ. എത്ര വലിയ സ്വാധീനമുള്ള ആളുകൾക്കും അവിടെ ഉള്ള സൗകര്യം പുറമേക്ക് ഒരേപോലെയാണ്. പണ്ഡിതന്മാർ ആ രൂപത്തിൽ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. തുദക്കിറുൽ ആഖിറ എന്ന് പറഞ്ഞാൽ പരലോകത്തിന്റെ ഒരു ചെറിയ ചിത്രം ഇവിടെ കിട്ടും, എല്ലാവരും ഒരുപോലെ എന്നുള്ളത്. 10ാമത്തെ കാര്യം, സമയം അവസാനിച്ചു ഏകദേശം. നമ്മൾക്ക് അശ്രദ്ധയിൽ നിന്ന് രക്ഷയേകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ അവസാനത്തെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അത് നമ്മൾക്കൊരു ബോധമുണ്ടാക്കാൻ ഏറ്റവും സഹായകമാകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, മരണത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന പ്രയോഗമല്ല മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി, മറിച്ച് മരണത്തെക്കുറിച്ചുള്ള ചിന്ത കൂടുതലായിട്ട് വർദ്ധിപ്പിക്കണം, കൂടുതൽ ചെയ്യണം എന്നാ പറഞ്ഞു. എപ്പോഴെങ്കിലും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനല്ല പറഞ്ഞത്. ഈ കസ്റത്ത് അൽ ഇക്സാർ എന്ന് പറഞ്ഞാൽ അത് വർദ്ധിപ്പിക്കുക എന്നാണല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും മരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, നമ്മുടെ തൊട്ട ബന്ധുക്കൾ മരിക്കുമ്പോൾ മാത്രം മരണത്തെക്കുറിച്ച് ചിന്തിക്കാനല്ല, മരണത്തെക്കുറിച്ച് നമ്മൾ ധാരാളമായി ചിന്തിക്കണം. പ്രത്യേകിച്ച് നിസ്കാരത്തിൽ തൊട്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഉദ്കുരിൽ മൗത ഫീ സലാത്തിക്, നിസ്കാരത്തിൽ നീ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. കാരണം ഒരാൾ
فإن الرجل إذا ذكر الموت في صلاته لحري أن يحسن صلاته. ഒരാൾ നിസ്കരിക്കുമ്പോൾ മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ അയാളുടെ നിസ്കാരം ശരിയാക്കും. വേറെ ചില റിവായത്തുകൾ വന്നിട്ടുള്ളത് നീ നിന്റെ അവസാന നിസ്കാരമാണ് നിർവഹിക്കുന്നത് എന്ന പോലെ നിസ്കരിക്കണം. അപ്പോൾ മരണത്തെക്കുറിച്ച് നമ്മൾ ശരിയാവണ്ണം ആലോചിച്ചാൽ, ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ അധികരിപ്പിച്ചാൽ അത് നമ്മൾക്ക് കർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ ഏറ്റവും സഹായകമാകുന്ന ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അല്ലാഹു തആല ഈ രൂപത്തിൽ മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വളരെ സുപരിചിതമായ ഹദീസാണ്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ മുഅ്മിനീന അഖിയസ്, ഏറ്റവും വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാരാണ് എന്ന സഹാബിയുടെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണ്? ഏറ്റവും ബുദ്ധിയുള്ളവൻ. അക്സറുഹും ലിൽ മൗതി ദിക്റ, മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നവൻ എന്നാണ്. അപ്പൊ നമ്മുടെ ചിന്ത വർദ്ധിപ്പിക്കേണ്ട ഒരു മേഖല മരണത്തെക്കുറിച്ചാണ്. മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്നവൻ. എന്നിട്ട് വഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്നവൻ. ഉലൈകൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ എന്നാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതാണ് ശരി. നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, ഞാൻ ഏത് സമയത്തും മരിക്കാം. നമ്മളൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പോഴൊന്നും മരിക്കൂല എന്നുള്ളതാണ്. നമ്മൾ വയസ്സന്മാരെ നോക്കിയിട്ട് പറയും ഇവരൊക്കെ അത്ര ജീവിച്ചിട്ടുണ്ടല്ലോ. അതൊരു കവി പറഞ്ഞു, യുഅമ്മറു വാഹിദുൻ ഫയഗുറു ഖൗമ. നമ്മുടെ നാട്ടിൽ ചിലപ്പോ വയസ്സായ ആളുണ്ടാവും, ഒരാൾ, ഒന്നോ രണ്ടാളൊക്കെ ഉണ്ടാകുള്ളൂ. അത് പല ആളുകളെയും വഞ്ചിക്കും. അപ്പൊ നമ്മളും കണക്ക് കൂട്ടും. നമ്മളെ വാപ്പ 85 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്, അപ്പൊ നമ്മളും കണക്ക് കൂട്ടാണ്, നമ്മൾ 85 വയസ്സ് വരെ ജീവിക്കും. 80 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകുക. വയുൻസാ മൻ യമൂതു മിനശ് ശബാബി, എന്നാൽ യുവാക്കൾ ഒരുപാട് മരിച്ചു പോകുന്നുണ്ട് അവരുടെ നാട്ടിൽ, പരിസരത്ത്, കുടുംബത്തിൽ. പക്ഷെ അത് വിസ്മരിക്കപ്പെടും, അതാരും ചിന്തിക്കൂല. ആരെങ്കിലും ഒരു കൂട്ടത്തിൽ നിന്ന് വയസ്സായാൽ അതാണ് നമ്മളെ ചിന്തയ്ക്ക് വരിക. എന്നാൽ ഒരുപാട് നമ്മുടെ സമപ്രായക്കാർ മരിച്ചുപോയിട്ടുണ്ട്. എന്റെ കൂടെ പഠിച്ച പലരും മരിച്ചുപോയിട്ടുണ്ട്. നിങ്ങളെ കൂടെ പഠിച്ച ആളുകൾ മരിച്ചുപോയിട്ടുണ്ടാകും. നമ്മുടെ കൂടെ കളിച്ച ആളുകൾ മരിച്ചുപോയിട്ടുണ്ടാകും. ഒരിക്കലും അവർ അത്രയും നേരത്തെ മരിക്കും എന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷെ അൽഹംദുലില്ലാഹ് നമ്മൾക്ക് ഇത്രയും ആയുസ് അല്ലാഹു നൽകി, ഇത്രയും അവസരം നമ്മൾക്ക് അല്ലാഹു നൽകിയിട്ടും നമ്മൾക്ക് മാറാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് അധികം വൈകാതെ ഉടനെ തന്നെ നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കുക. അല്ലാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കുക. നമ്മൾ അശ്രദ്ധരായി ജീവിച്ചാൽ അതുകൊണ്ടുള്ള നഷ്ടം ചെറുതല്ല, വലുതാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫബാദിർ അജലക്, നിന്റെ ആയുസ്സിനെ നീ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ ധൃതി കാണിക്കണം. വലാ തഖുൽ ഗദൻ ഗദൻ, നാളെ നാളെ എന്ന് നീ പറയരുത്. ഫഇന്നക ലാ തദ്രി ഇലാ മതാ ഇലല്ലാഹി യസീർ, ഇലല്ലാഹി തസീർ. കാരണം നിനക്കറിയില്ല എപ്പോഴാണ് നീ അല്ലാഹുവിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. അതുകൊണ്ട് ഫബാദിർ അജലക് വലാ തഖുൽ ഗദൻ ഗദൻ, നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം നമ്മൾക്കുണ്ടാകരുത്. അല്ലാഹുവിലേക്ക് മടങ്ങാൻ, കുറവുകൾ നികത്തി അല്ലാഹുവിലേക്ക് നിരന്തരം തൗബ ചെയ്ത് ഒരു ചിട്ടയാർന്ന ജീവിതം പാലിക്കാൻ അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഖൽബുൻ സലീം, സലീമായ ഒരു ഹൃദയം, ശുദ്ധമായ ഖൽബുൻ ഹൈ, ഒരു ജീവനുള്ള ഹൃദയം നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.